അതേ നമ്മൾ പ്ലേറ്റ് നിറയെ നല്ല മൊരിഞ്ഞ ഉള്ളിവട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ചായക്കടയിലെയൊക്കെ അതേ ടൈപ്പിലെ ഉള്ളിവട, നാടൻ ഉള്ളിവട. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, ഭയങ്കര രുചിയുമാണ്. കണ്ടോ, എടുക്കാൻ ഒരുപാട് എളുപ്പമുള്ള ഒരു ഐറ്റമാണ് ഉള്ളിവട. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി. സവാള ഉള്ളിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇത്തിരി മൈദ, ഉപ്പ്, പിന്നെ വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ. ഇത്രയാണ് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് തോലൊക്കെ കുളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിഞ്ഞെടുക്കേണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെ എന്താ പറയേണ്ടതെന്ന് പീസാക്കി ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. ഇതുപോലെ ഞാനിവിടെ പച്ചമുളകും ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില ഞാൻ എടുക്കാം, കഴുകാൻ ഇട്ടിരിക്കുക. അതുകൂടെ എടുത്തിടാം. കറിവേപ്പില എടുത്തു. ഉള്ളി അരിഞ്ഞ് കഴിയുമ്പോഴത്തെ എന്താ പറയട്ടെ, കണ്ണെല്ലാം കൂടെ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു ബൗളിലോട്ട് ഇട്ടിട്ട്. ഇനി നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഞെരടി എടുക്കുമ്പോഴത്തേക്ക് ഇത് ആവശ്യത്തിന് ഉള്ളിലേക്ക് വെള്ളമായിട്ടുണ്ടാവും. വെള്ളം ഇതിനകത്തൊന്ന് വന്നിട്ടുണ്ടാവും, പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് കുറച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ചിലപ്പം വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല മൈദ ഇട്ട് കഴിയുമ്പോൾ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാം. ഞാൻ ഇതിലോട്ട് മൈദയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ഇത്ര ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, നല്ലതായിരിക്കും. ഇത്രയാണ് ഞാനിടുന്നത്. കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം തേച്ചിട്ട്, ഇതിപ്പോൾ ഞാൻ പിന്നെയാണ് അതൊക്കെ ഓർത്തത്. എല്ലാം എനിക്ക് അങ്ങനെ താമസം. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കയ്യിൽ ഇതുപോലെ ഒന്ന് നനച്ചിട്ട് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലിട്ട് ഒട്ടി പിടിക്കത്തില്ല. ഇതുപോലെ ഒന്ന് വെച്ച് ഉഴുന്നുവട പോലെ നടുക്കോട്ടൊരു ചെറിയ കിഴുത്തയിട്ട് ചൂടായ എണ്ണയിലോട്ടിട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 3-4 എണ്ണം ഇടാം. നമുക്ക് 4 എണ്ണം ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം തിരിച്ചിടാറായില്ല. ചൂടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് 2 വശം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. നല്ല ചൂട് ഉള്ളിവട കഴിക്കാം. നല്ല തട്ടുകട സ്റ്റൈലിൽ തട്ടുകട അതേ രുചിയിലെ ഉള്ളിവട നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത സെറ്റ് വടയും ഞാൻ ഇതുപോലെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു രുചിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പഴയ ചായക്കടയിലെ എണ്ണ പലഹാരങ്ങളല്ലേ. അതിൻ്റെ ഒന്നും ആ പുതുമയും രുചിയും ഒന്നും ഒരിക്കലും മാറത്തില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കുമ്പോൾ പറയാനുമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ഒരേ ഒരു വടയും കൂടെ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇനി റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉള്ളിവട ഉണ്ടാക്കി നോക്കുക, എളുപ്പമാണ്. കുറച്ച് സോഡാപ്പൊടി ചേർക്കണം. ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കുറച്ച് കൂടുതലിടണം, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇടണം. പിന്നെ മൈദയിൽ തന്നെ ഉണ്ടാക്കണം. ഗോതമ്പ് പൊടിയാണ്, അതിൻ്റെ അതേ ടേസ്റ്റ് വരത്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. താങ്ക്